കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമ്മ തെളിയുന്ന ദീപമാണ്, കാരുണ്യത്തിന്റെ സ്നേഹസ്പർശമാണ്. ഓരോ അമ്മയുടെയും കരുതലും കാരുണ്യവുമാണ് ഓരോ വ്യക്തിത്വത്തിന്റെയും അടിത്തറ. ഇന്നും 3 പുതിയ ടീമുകളാണ് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്. ആദ്യമായി സ്വാഗതം ചെയ്യാം ടീം പാലക്കാട്. ലിനി ജോൺസൺ, സെന്റ് റാഫേൽസ് കത്തീഡ്രൽ. ജൂബി ജോൺസൺ, സെന്റ് റാഫേൽ കത്തീഡ്രൽ. അടുത്തതായി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ടീം കുളക്കാട്ടുകുറിശി. സ്വപ്ന ജെയിംസ്, സെന്റ് ജെയിംസ് ചർച്ച് കൊളക്കാട്ടുകുറിശി. ആനി ബാബു, സെന്റ് ജെയിംസ് ചർച്ച് കൊളക്കാട്ടുകുറിശി. അവസാനമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ടീം ഞാറക്കോട്. ലൈസ ദേവസ്യ, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഞാറക്കോട്. തോമസ്, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഞാറക്കോട്. 3 ടീമുകളും റെഡിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ ഒന്ന് വിളിച്ചാലോ? ഉറപ്പായിട്ടും. ലെറ്റ്സ് വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. ലോകചരിത്രത്തിൽ ദൈവത്തിൻ്റെ മുഖം അനാവൃതമായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെയാണ്. മനുഷ്യാവതാരം ചെയ്ത യേശു ഇന്നും ജീവിക്കുന്നത് അവിടുത്തെ വചനത്തിലാണ്. എഴുതപ്പെട്ട രൂപത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലും എഴുതപ്പെടാത്ത രൂപത്തിൽ പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിലും അവിടുത്തെ വചനം ഇന്നും ജീവിക്കുന്നു. ആ വചനം കാണുന്നതും ഗ്രഹിക്കുന്നതും സ്വീകരിക്കുന്നതുമാണ് ദൈവത്തിൻ്റെ മുഖം കാണൽ. അത് ചെയ്യുകയായിരുന്നു നിങ്ങൾ ഇതുവരെ ടീം കത്തീഡ്രൽ, ടീം ഞാറക്കോട്, ടീം കുളക്കാട്ടുകുറിശി. നിങ്ങൾക്ക് സ്വാഗതം ദൈവത്തിൻ്റെ മുഖം ദർശിക്കുന്ന ഈ പെനുവേൽ മത്സരത്തിലേക്ക്. ഈ മത്സരത്തിലാകെ 5 റൗണ്ടുകളാണുള്ളത്. ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ലഭിക്കാൻ പോകുന്ന സമയം 30 സെക്കൻഡാണ്. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാവുന്ന സമയങ്ങളിൽ ഈ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് വേണം എന്ന് കരമുയർത്തി പറയാനാകും. അങ്ങനെ പറഞ്ഞാൽ വയർലെസ്സിൻ്റെ ഒരെൻഡ് നിങ്ങളുടെ അടുത്തേക്കും മറ്റേ എൻഡ് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്തേക്കും പോകും. അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന, പറഞ്ഞു തരുന്ന ഉത്തരം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് അത് സ്വീകാര്യമാണെങ്കിൽ അത് ക്വിസ് മാസ്റ്ററോട് പറയാം. ഇതാണ് ഇതിൻ്റെ ക്രമം. നാം ആരംഭിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് സാധാരണമായ റൗണ്ടാണ്. നിങ്ങൾ മിക്ക ക്വിസ് മത്സരങ്ങളിലും കണ്ടുപരിചയിച്ചിട്ടുള്ള ഒരു റൗണ്ടാണ്. ചോദ്യം നേരിട്ട്, ഉത്തരം അറിയാമെങ്കിൽ പോയിന്റ്, അല്ലെങ്കിൽ അത് പാസ് ചെയ്യപ്പെടും. ഇതാണ് അതിൻ്റെ ക്രമം. ടീം കത്തീഡ്രൽ, നിങ്ങളാണ് പാലക്കാട് രൂപതയുടെ ശിരാകേന്ദ്രം എന്ന് വിളിക്കാവുന്ന ഇടവക. കാരണം നിങ്ങൾ കത്തീഡ്രൽ ചർച്ചിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ കുറച്ചുകൂടി ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും ചോദിക്കും, കത്തീഡ്രലുകാരുടെ കാര്യം എന്തായി അല്ലേ? ഒന്നാമത്തെ ചോദ്യം, ടീം കത്തീഡ്രൽ. ചോദ്യം ഇതാണ്: രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ സ്വപ്നങ്ങളെ എങ്ങനെയാണ് കണ്ടിരുന്നത്?
രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ സ്വപ്നങ്ങളെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചത്. രക്ഷാകര ചരിത്രത്തിൽ സ്വപ്നങ്ങളുടെ ഉള്ളടക്കത്തെ ആശ്രയിച്ചാണ് മൂന്നായി തിരിച്ചിരുന്നത്. ഉത്തരം തെറ്റാണ്. ടീം കുളക്കാട്ടുകുറിശി. ദൈവം വെളിപ്പെടുത്താനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിനും ദൈവം വെളിപ്പെടുത്താനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിനുമായിട്ടാണ് സ്വപ്നങ്ങളെ രക്ഷാകര ഞാൻ ഒന്നുകൂടെ പാസ് ചെയ്യുകയാണ്. ടീം ഞാറക്കോട്. പിടിയില്ല. സ്വപ്നങ്ങളെ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ വിശ്വാസ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് വചനം വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നാം കാണുന്നത് എന്നതാണ് അതിൻ്റെ ഉത്തരം. ടീം കത്തീഡ്രൽ, ടീം കുളക്കാട്ടുകുറിശി, ടീം ഞാറക്കോട്. ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. കാരണം വരാനിരിക്കുന്നു ധാരാളം ചോദ്യങ്ങൾ. നമുക്ക് പോകാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ടീം കുളക്കാട്ടുകുറിശി, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി. ഏത് പറഞ്ഞിട്ട്? ഞാൻ ലോകത്തിലേക്ക് ലയിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് ഉത്തരം ശരിയാണ്. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈശോ ആ മനുഷ്യന്റെ അന്ധകാരം നീക്കിക്കളയുന്നത്. ടീം കുളക്കാട്ടുകുറിശി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ഞാറക്കോട്, ചോദ്യം ഇതാണ്. ഈശോ അന്ധനെ സുഖപ്പെടുത്തിയപ്പോൾ ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. ഈശോ അന്ധനെ സുഖപ്പെടുത്തിയപ്പോൾ ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. അവർ കാരണമായി പറഞ്ഞതെന്താ? എന്ത് കാരണത്താലാണ് അവരങ്ങനെ? ദൈവത്തിൽ നിന്നുള്ളവനായിരുന്നെങ്കിൽ ഇവൻ സാപത്ത് ആചരിക്കുന്നില്ല. ആശങ്കയുണ്ടോ ഉത്തരത്തിന്? പറയാതെങ്കിൽ ഉറപ്പിച്ച്. ഇവൻ സാപത്ത് ആചരിക്കുന്നില്ല. ഉത്തരം ശരിയാണ്. ദൈവത്തിൽ നിന്നുള്ളവനായിരുന്നെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സാബത്ത് ഇവൻ ആചരിച്ചേനെ. പക്ഷേ ഇവൻ സാബത്ത് ആചരിക്കുന്നില്ല. അതുകൊണ്ട് ഈശോ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്നാണ് ഫരിസേയർ പറഞ്ഞത്. ടീം ഞാറക്കോട്, ഇത്ര ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അറിയാവുന്ന ഉത്തരം ധൈര്യത്തോടെ പറയുക. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കത്തീഡ്രൽ, ചോദ്യം ഇതാണ്. പഴയ നിയമത്തിൽ ജോസഫിന്റെ കറ്റ പഴയ നിയമത്തിൽ ജോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുകയും സഹോദരന്മാരുടെ കറ്റകൾ ചുറ്റും നിന്ന് ജോസഫിന്റെ കറ്റയെ താണു വണങ്ങുകയും ചെയ്യുന്നതായി നാം വായിച്ചു. ഇത് ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലായി. ചോദ്യം ആവർത്തിക്കാം. പഴയ നിയമത്തിൽ ജോസഫ് കണ്ട സ്വപ്നത്തിൽ ജോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുകയും സഹോദരന്മാരുടെ കറ്റകൾ ജോസഫിന്റെ കറ്റയെ താണു വണങ്ങുകയും ചെയ്യുന്നതായിട്ടായിരുന്നു ആ സ്വപ്നം. ഇത് ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു. ഈ സ്വപ്നത്തെ അന്വർത്ഥമാക്കുന്ന എന്ത് സംഭവമാണ് പിന്നീടുണ്ടായത്? ഹെൽപ്പ് ഡെസ്ക് വേണം. വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് പറയാം, ഞാൻ ചോദിക്കണ്ട. ഹെൽപ്പ് ഡെസ്ക് വേണം. ഉത്തരം കിട്ടി, സഹായം കിട്ടി. സഹായിച്ചോ? ഉത്തരം പറയാൻ പോവുകയാണ്. പറയാം. ഈജിപ്തിൻ്റെ ക്ഷാമകാലത്ത് ജോസഫിൻ്റെ മുന്നിൽ ജോസഫിൻ്റെ സഹോദരന്മാർ വന്നിട്ട് അവിടുത്തെ ക്ഷാമം തീർക്കാനായിട്ട് ചോദിക്കുന്ന ആ സംഭവം, വരുന്ന സംഭവം. എന്താണ് ആ സംഭവം? എന്താണത്? അവിടെ അവിടെ ക്ഷാമം ഉണ്ടായപ്പോൾ ഈജിപ്തിൽ ഇരിക്കുന്ന ജോസഫിൻ്റെ അടുത്തേക്ക്, അവരുടെ സഹോദരൻ്റെ അടുത്തേക്ക് ധാന്യത്തിനായിട്ട് വരുന്നു. ധാന്യത്തിനായിട്ട് വരുന്നതും ഇത് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ടീം കത്തീഡ്രൽ, നിങ്ങൾ അടുത്ത് വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഉത്തരം കൃത്യമല്ല. കുളക്കാട്ടുകുറിശി, ഉത്തരം പറയൂ. ഈജിപ്തിലെ ക്ഷാമകാലത്ത് ജോസഫിന്റെ അടുക്കലേക്ക് ജോസഫിന്റെ സഹോദരന്മാർ വരികയും ജോസഫിന്റെ അവിടെ നിന്ന് ധാന്യം അവർക്ക് നൽകുകയും അങ്ങനെ ആ 7 ബാക്കിയുള്ള സഹോദരന്മാർ ജോസഫിനെ ഉത്തരം അങ്ങോട്ട് ശരിയായ ദിശയിലല്ല പോകുന്നത്. ടീം ഞാറക്കോട്, കാനാൻ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തിലെത്തിയ ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനെ താണു വണങ്ങി. ഉത്തരം ശരിയാണ്. കാനാൻ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ
ഈജിപ്തിലെത്തിയ ജോസഫിന്റെ സഹോദരങ്ങൾ ആ കറ്റകൾ താണുവണങ്ങിയതുപോലെ അവനെ താണുവണങ്ങി. അതാണ് പോയിന്റ്. ടീം ഞാറക്കോട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് കിട്ടിയ സഹായം ശരിയായിരുന്നു, പക്ഷേ ചോദ്യത്തോട് നീതി പുലർത്തിക്കൊണ്ട് ആ ഉത്തരം അവതരിപ്പിക്കുന്നതിലാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയത്. ടീം ഞാറക്കോട് അത് വളരെ ഭംഗിയായി ചെയ്തു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം അത് ടീം കുളക്കാട്ടുകുറിശിക്കുള്ളത്. കുളക്കാട്ടുകുറിശി, നിങ്ങൾ നല്ല ധൈര്യത്തിലാണോ? കുറച്ച് ധൈര്യവും. ആ ധൈര്യം പൂർണ്ണമാകട്ടെ. ചോദ്യം ഇതാണ്: റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, പകരം എന്തിനു വേണ്ടിയെന്നാണ് ഈശോ പറയുന്നത്? ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഉത്തരം ശരിയാണ് ടീം കുളക്കാട്ടുകുറിശി. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ടീം കുളക്കാട്ടുകുറിശി നേടുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ഞാറക്കോടിനുള്ളതാണ്. ടീം ഞാറക്കോട് ചോദിക്കട്ടെ. 8 വർഷത്തോളമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്ന ഒരാളെ ലിദായിൽ വെച്ച് വിശുദ്ധ പത്രോസ് സുഖപ്പെടുത്തി. ആരെയാണത്? ഐനേയസ്. ഉത്തരം ശരിയാണത് ഐനേയസിനെയാണ്. ടീം ഞാറക്കോട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒന്നാമത്തെ റൗണ്ടിന്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് പോയിന്റ് നില എന്നറിയാൻ നമുക്കൊക്കെ ആകാംക്ഷയുണ്ട്. നമുക്ക് പോകാം. സോണി, റോസലിൻ. ടീം ഞാറക്കോട് 80 പോയിന്റ്, ടീം കുളക്കാട്ടുകുറിശി 60 പോയിന്റ്. ആവേശോജ്വലമായ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചോദ്യം ഞാനൊരു ടീമിനുമായി നൽകുകയില്ല, പകരം പൊതുവായി ചോദ്യം അനൗൺസ് ചെയ്യും. ആദ്യം ബസറമർത്തുന്ന ടീമിന് ഉത്തരം പറയാനുള്ള അവസരം. ശ്രദ്ധിക്കണം, ബസറമർത്തിയിട്ട് നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. ബസറമർത്തിയിട്ട് ഉത്തരം പറയാതിരിക്കുകയോ അത് തെറ്റിക്കുകയോ ചെയ്താൽ ലഭിച്ച പോയിന്റിൽ നിന്ന് 5 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ക്വിസ് മാസ്റ്റർ ചോദ്യം ആരംഭിക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ബസറമർത്താനുള്ള സാധ്യതയുണ്ട്. വ്യക്തമായോ? വ്യക്തമായി. ഇനി ആരും ബസർ ചെയ്യാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വയ്ക്കും. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ എങ്കിലും ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ബസർ ചെയ്യാം എന്നുള്ളതായിരിക്കും ആ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 20 പോയിന്റ് ആയിരിക്കും എന്ന കാര്യവും ഓർക്കണം. നമുക്ക് പോകാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ഓരോ വാക്കും ശ്രദ്ധിക്കുക, ബസറമർത്താൻ തയ്യാറായിരിക്കുക. ചോദ്യം ഇതാണ്: അവൻ വീട് തോറും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിറക്കി കൊണ്ടുവന്ന് തടവിലാക്കി. അത് സാവൂളായിരുന്നു. സാവൂൾ ക്രിസ്ത്യാനികൾക്കെതിരായി എടുത്ത ഒരു നിലപാടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം ആരംഭിക്കുന്നത്. എന്തായിരുന്നു ആ നിലപാട്? ടീം കത്തീഡ്രലാണ് ബസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ ഉത്തരം അറിയാം അല്ലേ? ഉറപ്പുണ്ട് എങ്കിൽ ക്രിസ്തുനാമം ഏറ്റുപറയുന്നവരെ സ്ത്രീ പുരുഷ ഭേദമന്യേ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് തടവിലാക്കും. ഉത്തരം ക്രിസ്തുനാമം തെറ്റാണ്. ടീം കത്തീഡ്രൽ. ടീം കുളക്കാട്ടുകുറിശി, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരെ ബന്ധിതരാക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു. ഉത്തരം തെറ്റാണ്. ടീം ഞാറക്കോട്, എന്തായിരുന്നു ആ നിലപാട്? സാവൂൾ ക്രിസ്തു ശിഷ്യന്മാർക്കെതിരെയുള്ള പീഡനം തുടർന്നു. ഉത്തരം തെറ്റാണ്. നിങ്ങളിൽ ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ജെറുസലേമിലെ സഭയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അധികാരികൾ അതൊന്നുമല്ല. ചോദ്യം ഇതായിരുന്നു: സാവൂൾ ക്രിസ്ത്യാനികൾക്കെതിരായി എടുത്ത ഒരു നിലപാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം ആരംഭിക്കുന്നത്. ഏതായിരുന്നു ആ നിലപാട് എന്നായിരുന്നു ചോദ്യം. ആ നിലപാട് ഇതായിരുന്നു: അദ്ദേഹം വിശുദ്ധ സ്റ്റെഫാനോസിന്റെ വധത്തെ അനുകൂലിച്ചു. ആ അനുകൂലിച്ചു എന്നുള്ള നിലപാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. ശരിയല്ലായിരുന്നു? അതെന്താ അത് മനസ്സിൽ വരാതിരുന്നേ?
അപ്പസ്തോല പ്രവർത്തനങ്ങളെ 8-ാം അധ്യായം ഫസ്റ്റ് സ്തേഫാനോസിനെ വധിച്ച് അനുകൂലിച്ചു എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ അതിനെ തുടർന്ന് വരുന്ന അച്ഛൻ പറഞ്ഞ ചോദ്യത്തിന്റെ തൊട്ട് മുന്നത്തെ ചോദ്യം നിങ്ങൾ സംഭവമാണ്. വ്യക്തമായി ശ്രദ്ധിച്ചില്ല അല്ലേ? അതിന്റെ തൊട്ട് മുന്നത്തെ കാര്യമാണ് ഞങ്ങൾ അതാണ് നോക്കിയത്. ഏത് ചോദ്യം ചോദിച്ചാലും അതിന്റെ മുമ്പത്തെ കാര്യമായിരിക്കും പറയാം. അപ്പം ഞാൻ ഊഹിച്ചെടുക്കണമായിരിക്കും. അങ്ങനെയുണ്ടോ? ഇല്ല. ടീം കത്തീഡ്രൽ, നിങ്ങൾ എനിക്ക് തരേണ്ടി വരും 5 പോയിന്റുകൾ. ഇപ്പം തരണ്ട, കിട്ടിക്കഴിയുമ്പോൾ തന്നാണ്. അതുവരെ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പോകാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. ഇത് ആരുടെ സുവിശേഷ പ്രഘോഷണത്തെ സംബന്ധിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്? ടീം കത്തീഡ്രൽ തന്നെയാണ് വീണ്ടും ബസർ ചെയ്തിരിക്കുന്നത്. ഇത്തവണ നിങ്ങൾ ശരിയാക്കും അല്ലേ? പറയൂ. പീലിപ്പോസിന്റെ. ഉത്തരം ശരിയാണ്. അത് പീലിപ്പോസിൻ്റെതാണ്. ടീം കത്തീഡ്രൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അപ്പസ്തോലന്മാരുടെ ശ്ലൈഹിക അധികാരത്തിൻ്റെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് പകർന്നു നൽകപ്പെടുന്നത് കണ്ടപ്പോൾ ശിമയോൻ പണം നൽകിക്കൊണ്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആരാണ് പ്രസ് ചെയ്തിരിക്കുന്നത്? ടീം കുളക്കാട്ട് കുറിശി. ടീം കുളക്കാട്ട് കുറിശി, നിങ്ങളാണ് പ്രസ് ചെയ്തത്. പറയൂ. നിങ്ങൾ എനിക്ക് ഈ അധികാരം, ഈ പണം സ്വീകരിച്ചിട്ട് ഈ അധികാരം നിങ്ങൾ എനിക്ക് നൽകുവിൻ. അങ്ങനെയാണോ പറഞ്ഞത്? ടീം കുളക്കാട്ട് കുറിശി, നിങ്ങളുടെ ഉത്തരം വ്യക്തമല്ല, പൂർണ്ണമല്ല. നിങ്ങൾ തരേണ്ടി വരും 5 പോയിന്റുകൾ. പാസ് ചെയ്യപ്പെടുകയാണ് ടീം ഞാറക്കോട്. ഞാൻ ആരുടെ മേൽ കൈകൾ വയ്ക്കുന്നു അവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ പറഞ്ഞു. ഏതായിരുന്നാലും കുഴപ്പമില്ല. ഈ അധികാരം എനിക്ക് തരിക. ഉത്തരം ശരിയാണ്. ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്കൊക്കെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന ഈ ശക്തി അതെനിക്കും തരിക എന്നാണ് പണം കൊടുത്തുകൊണ്ട് ശിമയോൻ അവരോട് പറഞ്ഞത്. ശ്ലൈഹിക അധികാരത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്നത്. അത് പണം തന്നാൽ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ടീം ഞാറക്കോട്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കുളക്കാട്ട് കുറിച്ച് 5 പോയിന്റ് എനിക്ക് തിരിച്ചു തരണം. ഇപ്പൊ തന്നെ തരുമല്ലേ? എന്നാ തന്നെ. അടുത്ത ചോദ്യം. എത്യോപ്യക്കാരൻ യേശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് പീലിപ്പോസ് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്തായിരുന്നു അവന്റെ മറുപടി? ടീം കുളക്കാട്ട്. ഇത്തവണയും ടീം കുളക്കാട്ട് കുറിച്ചാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം വ്യക്തമാണ് അല്ലേ? ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഉത്തരം ശരിയാണ്. ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ വചനം മനസ്സിലാക്കുക? ടീം കുളക്കാട്ട് കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. തിരുവചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വ്യാഖ്യാനിച്ച് നൽകപ്പെടുമ്പോഴാണ് വചനത്തിൻ്റെ ഉള്ളർത്ഥങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നത്. അതും ആരെങ്കിലും വ്യാഖ്യാനിക്കുമ്പോഴല്ല, അപ്പസ്തോലന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ. അതുകൊണ്ടാണ് അപ്പസ്തോലനായിരുന്ന പീലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നീ ആ രഥത്തിനടുത്തേക്ക് നടക്കുക, അവൻ നിന്നോട് ചോദിക്കും, നീ അവനെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. ആ എത്യോപ്യക്കാരൻ്റെ സംശയം, അവൻ്റെ ചോദ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ചോദ്യമായിരുന്നു. അവൻ ചോദിക്കുകയാണ്, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എനിക്ക് എങ്ങനെയാണ് വചനം മനസ്സിലാക്കാൻ സാധിക്കുക? ആരെങ്കിലും അല്ലത്, അപ്പസ്തോലനാണത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. അതാണ് പരിശുദ്ധ സഭയുടെ ക്രമം. ടീം കുളക്കാട്ട് കുറിച്ച് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിനെന്ന് വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ വിശ്വാസികളോട് പറയുന്നു. പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം എന്തിനേക്കാൾ വിലയേറിയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ടീം ഞാറക്കോട്, നിങ്ങൾ തയ്യാറാണ്? നശ്വരമായ സ്വർണത്തെക്കാൾ സ്വർണത്തെ അതിജീവിക്കുന്നു. അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തെ അതിജീവിക്കുന്നു. ഉത്തരം ശരിയാണ്. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ. അതാണ് അതിൻ്റെ ഉത്തരം. ടീം ഞാറക്കോട്, ആശങ്കപ്പെട്ടാണല്ലോ ഉത്തരങ്ങളൊക്കെ പറയുന്നത്. ആലോചന ചോദിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ആദ്യം മനസ്സിൽ പറഞ്ഞു നോക്കി അടുത്തുള്ള ആളോട് സംസാരിച്ച് വ്യക്തത വരുത്തിയിട്ട് എന്നോട് പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് സമയമുണ്ടല്ലോ. നിങ്ങളുടെ സമയം ഒരു സെക്കൻഡ് പോലും ഞാൻ കവർന്നെടുക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ ടീം ഞാറക്കോട്. ഈ റൗണ്ടിൻ്റെ അവസാനത്തെ 30 പോയിന്റുകൾ ആർക്കുള്ളതാണ് എന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്. ചോദ്യം ഇതാണ്: എന്തുവഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി
നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും നിങ്ങൾ ഹൃദയപൂർവകമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കുവിൻ എന്നുമാണ് വിശുദ്ധ പത്രോസ്ലീഹ പഠിപ്പിക്കുന്നത്. എന്തുവഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾ ഹൃദയപൂർവകമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കുവിനെന്നുമാണ് വിശുദ്ധ പത്രോസ്ലീഹ പഠിപ്പിക്കുന്നത്. സമയം പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ ഉത്തരം പറയാമെങ്കിൽ ഇപ്പോൾ ബസ് അമർത്താം. അവസരം പൂർത്തിയായിരിക്കുകയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: സത്യത്തോടുള്ള വിധേയത്വം വഴി. ഓർമ്മയുണ്ടായിരുന്നു? നിങ്ങൾ ഇനി ഓർത്തിട്ട് കാര്യമില്ല, ആ പോയിന്റുകൾ ക്വിസ് മാസ്റ്ററുടേതാവുകയാണ്. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്താണ് സ്കോർ നില എന്നറിയാൻ നമുക്ക് ഏവർക്കും ആകാംക്ഷയുണ്ട്. സ്കോർ ബോർഡിലേക്ക് രണ്ടാമത്തെ റൗണ്ട് ബസർ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ സ്കോർ നില ഇങ്ങനെയാണ്. ടീം ഞാറക്കോട് നേടിയിരിക്കുന്നത് 130 പോയിന്റ്സ്, ടീം കുളക്കാട്ടുകുറിച്ചി നേടിയിരിക്കുന്നത് 85 പോയിന്റ്സ്, ടീം കത്തീഡ്രൽ നേടിയിരിക്കുന്നത് 25 പോയിന്റ്സ്. ടീം കത്തീഡ്രൽ, നമ്മൾ തമ്മിലൊരു പഴയ കടം കിടക്കുന്നുണ്ട്. ഏതാണ് ആ കടമെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഓർമ്മയുണ്ട്. ഏതാണ് ആ കടം? 5 മാർക്ക് അച്ഛന് തരണം. 5 പോയിന്റ് എനിക്ക് തിരിച്ചു തരാനുണ്ട്. നിങ്ങൾ മറന്നാലും ഞാൻ മറക്കില്ല, തിരിച്ചു തരൂ. ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി തിരിച്ചെടുക്കുന്ന ക്വിസ് മാസ്റ്റർ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് പോകാം അടുത്ത റൗണ്ടിലേക്ക്. നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്ക്രീനിൽ ചോദ്യം ചിത്രരൂപത്തിൽ നിങ്ങൾക്ക് ദൃശ്യമാകും. അതിൽ കാണുന്ന ചിത്രം അതാരാണ് അഥവാ എന്താണ് എന്ന് തിരിച്ചറിയുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കത് തിരിച്ചറിയാനായാൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് പാസ് ചെയ്യും. പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 20 പോയിന്റ് ആയിരിക്കും. പക്ഷേ ഉത്തരം നിങ്ങൾക്ക് വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം അപേക്ഷിക്കാം. സഹായത്തോടു കൂടെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 20 പോയിന്റുകൾ ലഭിക്കും. മൈനസ് പോയിൻ്റൊന്നും ഉണ്ടായിരിക്കുകയുമില്ല. ടീം കുളക്കാട്ടുകുറിച്ചി, നിങ്ങൾക്കാണ് ഈ റൗണ്ടിൻ്റെ ആദ്യത്തെ അവസരം. നിങ്ങൾ തയ്യാറാണോ? പഠിക്കാനുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. എങ്കിൽ നോക്കൂ വിഷ്വൽ. ട്രെഡ്മില്ലിൽ ഓടി ഗിന്നസ് റെക്കോർഡ് നേടിയ ആദ്യ കന്യാസ്ത്രീയും പ്രഥമ വനിതയുമാണ് ചിത്രത്തിൽ കാണുന്ന അമേരിക്കൻ സ്വദേശിനിയായ ഈ കന്യാസ്ത്രീ. ഇവർ ഫ്രാൻസിസ്കൻ ഓഫ് ഇക്വറിസ്റ്റ് ഓഫ് ചിക്കാഗോ എന്ന സന്യാസ സഭയിലെ അംഗമാണ്. സന്യാസിനിയാകുന്നതിന് മുൻപ് അമേരിക്കയിലെ ദീർഘദൂര ഓട്ടക്കാരിൽ 6ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒളിമ്പിക്സ് മെഡൽ എന്ന സ്വപ്നം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓടുന്ന ഈ സന്യാസിനി ആരാണ്? ബെലീഗ. ഉത്തരം അപൂർണമാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ പോയിന്റ് തരും. കാരണം നമുക്ക് പരിചിതമല്ലാത്ത ഒരു പേരായതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗവും ശരിയായിരിക്കുന്നത് കൊണ്ട് ടീം കുളക്കാട്ടുകുറിച്ചി, ശരിയായ ഉത്തരം ഇതാണ്. സിസ്റ്റർ സ്റ്റെഫനി ബെലിഗ. ടീം കുളക്കാട്ടുകുറിച്ചി നിങ്ങൾക്ക് നൽകുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ഞാറക്കോടിനുള്ളതാണ്. വത്തിക്കാനിലെ ടൈബർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണിത്. ശുദ്ധീകരണാത്മാക്കളുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ഒരേ ഒരു മ്യൂസിയം ഈ ദേവാലയത്തിനാണുള്ളത്. ഏതാണ് ഈ ദേവാലയം? സേക്രഡ് ഹാർട്ട് ദേവാലയം. ഉത്തരം ശരിയാണത്. സേക്രഡ് ഹാർട്ട് ദേവാലയമാണത്. ടീം ഞാറക്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ഒരുമാതിരി പാശ്ചാത്യ ദേവാലയങ്ങളെല്ലാം കണ്ടാൽ അതിൻ്റെ ഗോത്തിക് ശൈലി കൊണ്ട് ഒരുപോലെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണത് തിരിച്ചറിയാൻ പറ്റിയത്? ശാലോമിലെ ചിത്രം കണ്ടിരുന്നു. ആണോ? ശാലോം പത്രം എടുത്ത് പടം കാണലാണ് പണി. പഠിക്കാനുള്ള ഭാഗമായതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. പഠിക്കാനുള്ള ഭാഗമായതുകൊണ്ട് ഞങ്ങൾ പടമൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു. ടീം കത്തീഡ്രൽ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളും ഇങ്ങനെ പത്രത്തിൽ പടം കാണുന്ന ആൾക്കാരാണോ? ഞങ്ങളും പടങ്ങളൊക്കെ കണ്ടിട്ടാണ്. ഞങ്ങളും പടങ്ങളൊക്കെ കണ്ടിട്ടാവുന്നത്. എല്ലാ പടങ്ങളും കണ്ടു. എവിടെ നിന്നാണ് പടങ്ങളൊക്കെ കണ്ടത്? സൺഡേ ശാലോമിലെ പടങ്ങൾ മാത്രമേ കണ്ടുള്ളൂ.
സുവിശേഷത്തിന്റെ പടങ്ങളും നിങ്ങൾ അത്യാവശ്യമൊക്കെ തപ്പി നോക്കി കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിൽ ശരി, ടീം കത്തീഡ്രൽ വിഷ്വൽ. പാലസ്തീൻ പ്രസിഡന്റും PLOയുടെ ചെയർമാനുമായ ഇദ്ദേഹത്തിന്റെ മാർപ്പാപ്പയുമായുള്ള 6ാമത്തെ കൂടിക്കാഴ്ചയാണ്. 2005 മുതൽ ഇദ്ദേഹം പാലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെ പ്രസിഡന്റാണ്. മാർപ്പാപ്പയുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രയേൽ പാലസ്തീൻ ചർച്ച പുനരാരംഭിക്കണമെന്ന് വത്തിക്കാനിൽ നിന്ന് പത്രക്കുറിപ്പിറങ്ങി. മാർപ്പാപ്പയുടെ കരം പിടിച്ചു നിൽക്കുന്ന ഈ പാലസ്തീൻ പ്രസിഡന്റിന്റെ പേരെന്താണ്? ഹെൽപ്പ് ഡെസ്ക് വേണോ? മഹമൂദ് അബ്ബാസ്. മഹബൂദ് അബ്ബാസ്. ആ ഉത്തരം ശരിയാണ്. ഹെൽപ്പ് ഡെസ്ക് പറഞ്ഞാൽ അതങ്ങനെ തന്നെ അങ്ങ് എടുത്തിട്ട് പറയുവാണോ? അവർ പറഞ്ഞാൽ ശരിയായിരുന്നു. അവർ പറഞ്ഞത് ശരിയായിരിക്കും. അവർ പറഞ്ഞത് ശരിയാണ്. ടീം കത്തീഡ്രൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റ്. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിന്റെ സമാപനത്തിൽ എന്താണ് പോയിന്റ് നിലയെന്ന് പരിശോധിക്കാം. ടീം ഞാറക്കോട് നേടിയിരിക്കുന്നു 160 പോയിന്റ്സ്. ടീം കുളക്കാട്ടുകുറിശി നേടിയിരിക്കുന്നു 115 പോയിന്റ്സ്. ടീം കത്തീഡ്രൽ നേടിയിരിക്കുന്നു 45 പോയിന്റ്സ്. ഈ മത്സരത്തിലെ ഏറ്റവും അനായാസകരമെന്ന് തോന്നിപ്പിക്കുന്ന 4ാം റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 2 പോളുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ഉത്തരത്തെക്കുറിച്ച് അധികം ചിന്തിച്ചാകുലപ്പെടേണ്ട. ഉത്തരത്തിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ശരി അഥവാ തെറ്റ്, അതെ അല്ലെങ്കിൽ അല്ല, ഇതിലേതെങ്കിലും ഒരു വാക്ക് പറയുക മാത്രമാണ്. ഇത്ര എളുപ്പമുള്ള ചോദ്യം എപ്പോഴേലും കിട്ടിയിട്ടുണ്ടോ? ഇത്ര മനോഹരമായ ചോദ്യങ്ങൾ ആദ്യം മുതൽ ചോദിച്ചെങ്കിൽ ഞങ്ങൾ തകർത്തേനെ എന്നാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്, അല്ലേ? ഈ ചോദ്യത്തിന് 2 ഉത്തരങ്ങൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് പാസ് ചെയ്യപ്പെടുകയില്ല. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. ഉത്തരം തെറ്റാണെങ്കിൽ അഥവാ നിങ്ങൾ പറയാതിരുന്നാൽ നിങ്ങളുടെ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. എന്നാൽ അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. ആ സഹായത്തോടെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 20 പോയിന്റുകൾ. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടിയിട്ടും ഉത്തരം തെറ്റിയാൽ 15 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ക്വിസ് മാസ്റ്റർ ഇങ്ങനെ തിരിച്ചെടുത്ത് അവസാനം ഞങ്ങളുടെ അവസ്ഥ എന്താകും എന്നല്ലേ വിചാരിച്ചത്, അല്ലേ? അങ്ങനെ തന്നെ ചിന്തിച്ചത്. എനിക്കത് മനസ്സിലായി. നമുക്ക് പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ടീം ഞാറക്കോട്, നിങ്ങൾക്ക് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: പത്രോസും യോഹന്നാനും സമരിയായിലെ വിശ്വാസ സമൂഹത്തിനടുത്തെത്തി. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരുന്നില്ല, കാരണം അവർക്ക് മാമോദിസ ലഭിച്ചിരുന്നില്ല. പിന്നീട് അവർക്ക് മാമോദിസ നൽകി. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ശരിയോ തെറ്റോ? ശരി. എന്തുകൊണ്ടാ ശരിയാന്ന് പറഞ്ഞു? അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരുന്നില്ല. പിന്നെ അതുകൊണ്ട് പത്രോസും യോഹന്നാനും. നിർഭാഗ്യവശാൽ ടീം ഞാറക്കോട്, നിങ്ങൾ ശരിയെന്ന് പറഞ്ഞ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് 10 പോയിന്റുകൾ. സങ്കടമായി. വചനം വ്യക്തമായി ഓർക്കാത്തത് കൊണ്ടാണ്. അവർ മാമോദിസ സ്വീകരിച്ചിരുന്നവരാണ്, അല്ലേ? ശരിയല്ലേ? ശരിയാണ്. ടീം ഞാറക്കോട്, വിഷമിക്കേണ്ട. 10 പോയിന്റ് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. വിഷമമുണ്ടോ? നല്ല വിഷമമുണ്ടല്ലേ? പക്ഷെ നിങ്ങളുടെ വിഷമത്തിലൊന്നും ക്വിസ് മാസ്റ്ററുടെ മനസ്സലിയില്ല. തന്നേ മതിയാകും. തരൂ. അടുത്ത ചോദ്യം ടീം കത്തീഡ്രലിനുള്ളതാണ്. ടീം കത്തീഡ്രൽ ചോദിക്കട്ടെ, ശ്രദ്ധയോടെ വേർഡ് ടു വേർഡ് കേൾക്കാം. സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശരിയോ? ശരി. ശരിയാണ്. ഉറപ്പാണ്.
ഉത്തരം ശരിയാണ്. ടീം കത്തീഡ്രൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കത്തീഡ്രൽ എന്തുകൊണ്ടാണ് ഇത് ശരിയായിരിക്കുന്നത്? അത് ശരിയായിട്ടുള്ള വചനം അച്ഛൻ വചനം പറഞ്ഞതുകൊണ്ട്. ശരിയാ. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ശൂന്യതയിൽ നിന്നല്ല, അത് പകർന്നു കൊടുക്കുമ്പോഴാണ് ലഭിക്കുന്നത്. ആർക്കാണ് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാൻ അധികാരമുള്ളത്? ഈശോ തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി കൊടുക്കുവിൻ. അവരുടെ കൈവപ്പ് വഴിയാണ് പരിശുദ്ധാത്മാവ് പകർന്നു കൊടുക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ കൈവപ്പ് വഴി മെത്രാന്മാർ പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷയുടെ പേരാണ്, കുദാശയുടെ പേരാണ് സ്ഥൈര്യലേപനം. അവർ മാമോദിസ മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ. അവിടെ ഉണ്ടായിരുന്നവർ അവർക്ക് മാമോദിസ നൽകി. എന്നാൽ സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ അവർ അപ്പസ്തോലന്മാരുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. അതുകൊണ്ടാണ് സമരിയയിലെ ജനം മാമോദിസ സ്വീകരിച്ചു, വചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ ഇവർ രണ്ടുപേരെയും രണ്ട് അപ്പസ്തോലന്മാരെ അവരുടെ അടുത്തേക്ക് അയക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈകൾ വെക്കുകയും ചെയ്യുന്നതും അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതും. ഓർക്കണം, സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് അവകാശമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, നമ്മുടെ സ്വന്തമായി മാറുന്നത് എന്നോർക്കണം. ടീം കത്തീഡ്രൽ അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ ചോദ്യം ടീം കുളക്കാട്ടുകുറിശിക്കുള്ളത്. ചോദിക്കട്ടെ, ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു. ആവർത്തിക്കാം. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു. ശരിയോ തെറ്റോ? ശരിയാണ്. ഉത്തരവ് ശരിയാണ്. ടീം കുളക്കാട്ടുകുറിശി ലഭിക്കുകയാണ് നിങ്ങൾക്ക് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ ഈ ചോദ്യത്തോടെ ഈ റൗണ്ടിന്റെ ആദ്യത്തെ ഘട്ടം അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളത്. ചോദ്യങ്ങൾ നേരിട്ട് ഹെൽപ്പ് ഡെസ്കിനാണ്. ടീം കുളക്കാട്ടുകുറിശി നിങ്ങൾ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് ചോദ്യം വന്നാലും നമ്മൾ പറയും. നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു വിചാരിച്ചായിരുന്നോ? അറിയാവുന്നതാണെങ്കിൽ അറിയാവുന്നതാണേ പറയും. നിങ്ങളോട് ചോദ്യം ചോദിച്ചായിരുന്നോ? ഇല്ല. നിങ്ങളോട് ചോദ്യം ചോദിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് അല്ലേ? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ശരി. ചോദ്യം ഇതാണ്. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടി നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. ആവർത്തിക്കാം. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. ശരിയോ തെറ്റോ? ശരിയാണ്. ഇവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്ക് ഉറപ്പാണ്, കൃത്യമാണ്. ഉത്തരം ശരിയാണ്. ടീം കുളക്കാട്ടുകുറിശി നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കത്തീഡ്രൽ നിങ്ങൾ കത്തീഡ്രലുകാരാണ് അല്ലേ? അതെ. എന്താണ് ഈ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പള്ളിയെ കത്തീഡ്രൽ എന്ന് വിളിക്കുന്നത്? പാലക്കാട് രൂപതയുടെ ബിഷപ്പിന്റെ ചർച്ച ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ്, പിതാവിൻ്റെ ചർച്ച ആയതുകൊണ്ടാണ് കത്തീഡ്രൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുണ്ടോ? കത്തീഡ്രൽ പള്ളിയിലാണ് അൾത്താരയിൽ ഒരു ചെയർ സ്ഥാപിച്ചിട്ടുണ്ട്. ഉത്തരം ശരിയാണത്. അൾത്താരയിൽ ഒരു കസേര ഉണ്ടല്ലേ, ഒരു സിംഹാസന കസേരയുണ്ട്. ആ കസേരയുടെ പേരെന്താണ്? കസേരയുടെ പേര് കസേര എന്ന് തന്നെയാണ്. അതാണ് കസേദ്രൽ. എന്ന് പറഞ്ഞാൽ അഭ്യുന്ത്യ പിതാവിൻ്റെ ശ്ലൈഹിക അധികാരത്തിൻ്റെ സിംഹാസനമാണത്. അതിരിക്കുന്നത് നിങ്ങളുടെ ദേവാലയത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ദേവാലയത്തിന് കസേരപ്പള്ളി എന്നർത്ഥമുള്ള, സിംഹാസന ദേവാലയം എന്നർത്ഥമുള്ള കത്തീഡ്രൽ എന്നുള്ള പേര് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ച് അഭിമാന കൂടുതലുണ്ടല്ലേ? ഈ രൂപതയിൽ ആ കൂടി ഒരു പള്ളിക്ക് മാത്രമാണ് ആ സൗഭാഗ്യമുള്ളത്. അതുകൊണ്ട് പാലക്കാട് രൂപതയിൽ അതിൻ്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു ഇടവക അംഗങ്ങളാണ് നിങ്ങൾ. നിങ്ങളുടെ ഉത്തരവാദിത്വം വലുതാണ്. ചോദ്യം, അപ്പസ്തോലന്മാർ സമരിയായിൽ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്ത ശേഷം ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി. ആവർത്തിക്കാം. അപ്പസ്തോലന്മാർ സമരിയായിൽ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിന് ശേഷം ഗലീലിയിലേക്ക് മടങ്ങി. ശരിയോ തെറ്റോ? തെറ്റാണോ? അതെന്താ അങ്ങനെ? ജെറുസലേമിലേക്ക്. ഉത്തരം ശരിയാണ്. ജെറുസലേമിലേക്കാണ് അവർ മടങ്ങിയത്. ടീം കത്തീഡ്രൽ അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ.
ടീം ഞാറക്കോട്, നിങ്ങളുടേത് അത്ര വലിയ ഒരു പള്ളിയൊന്നുമല്ല അല്ലേ? കത്തീഡ്രൽ പള്ളിയൊക്കെ പോലെ വലിയ പള്ളിയൊന്നുമല്ല, ചെറിയ ദേവാലയമാണ് അല്ലേ? എന്നാലും നിങ്ങളുടെ മാതൃസംഘം എങ്ങനെയാ? നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ശക്തിയുള്ള മാതൃസംഘമാണ് അതെ അതെ. അല്ലേ? നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട് അവിടെ? എല്ലാ മത്സരങ്ങളിലും രൂപതയുടെ കീഴിലുള്ള എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട് കഴിവതും. മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാറക്കോടത്തെ അമ്മമാരുടെ ഒരു പ്രധാന പരിപാടി. അതല്ല, അത് പൊതുവായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവർക്കും ചെയ്യും അല്ലേ? ഈ മത്സരങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ശാലോം ടി വിയിൽ ഫെനുവേൽ മത്സരമൊക്കെ നേരത്തെ കണ്ടിരുന്നോ? ശാലോം ടി വിയിൽ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മളും ഇതുപോലെ ഇതിൻ്റെ പങ്കാളിയാകും, ഭാഗഭാഗികളാകും എന്ന് വിചാരിച്ചോ? അന്ന് വിചാരിച്ചില്ല, അന്ന് വിചാരിച്ചേ ഇല്ല. ഇന്ന് അവസരം കിട്ടിയപ്പോൾ അഭിമാനം തോന്നുന്നു. ഭയങ്കര അഭിമാനം തോന്നുന്നു. വെരി ഗുഡ്. നിങ്ങൾ അഭിമാനഭരിതരായിരിക്കുക. ടീം ഞാറക്കോട്, നിങ്ങൾക്കുള്ള ചോദ്യമാണിത്. ബർണബാസ് ആണ് കാഴ്ച തിരിച്ചു കിട്ടുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി സാവൂളിൻ്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചത്. ആവർത്തിക്കാം. ബർണബാസ് ആണ് കാഴ്ച തിരിച്ചു കിട്ടുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി സാവൂളിൻ്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചത്. ശരിയോ തെറ്റോ? തെറ്റാണോ? അതെന്താ? അനനിയാസ്. ഉത്തരം ശരിയാണത്. അനനിയാസ് ആണ്. ടീം ഞാറക്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടു കൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എന്താണ് സ്കോർ നിലയെന്ന് നമുക്ക് പരിശോധിക്കാം. എന്ത് എളുപ്പമുള്ള റൗണ്ട് അല്ലേ? ആകെ 2 വാക്ക് പറഞ്ഞാൽ മതി, ഒന്നെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല, ശരി അല്ലെങ്കിൽ തെറ്റ്. എന്താ റോസിന് തോന്നണേ? കേൾക്കുമ്പോൾ എളുപ്പമാണ് സോണി, പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അനുദിനം നമ്മൾ നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങളാണിവ. അവയിലൊന്ന് തിരഞ്ഞെടുക്കാൻ അച്ഛൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കൃപ വേണം. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് മുൻപിൽ വരുമ്പം നമുക്ക് ആരോട് ചോദിക്കാം? പരിശുദ്ധാത്മാവിനോട് തന്നെ ചോദിക്കാം. ടീം ഞാറക്കോട് 180 പോയിന്റുകൾ, ടീം കുളക്കാട്ട് കുറിശി 175 പോയിന്റുകൾ, ടീം കത്തീഡ്രൽ 105 പോയിന്റുകൾ. ഈ മത്സരത്തിന്റെ 5ാമത്തേതും ഏറ്റവും രസകരവുമായ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിലെ ചോദ്യങ്ങൾ നിങ്ങൾ വില കൊടുത്തു വാങ്ങേണ്ടതാണ്. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി ചോദ്യങ്ങൾ തരികയായിരുന്നു. ഇനി നിങ്ങൾ ചോദ്യങ്ങൾ വില കൊടുത്തു വാങ്ങേണ്ടി വരും. ഒരു ടീമിന് ഒരുമിച്ച് 3 ചോദ്യങ്ങൾ വരെ സ്വീകരിക്കാനുള്ള അവസരമുണ്ട്. ഓരോ ചോദ്യത്തിനും വ്യത്യസ്തമായ വിലകളാണുള്ളത്. 1ാമത്തെയും 2ാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് ഉപയോഗിക്കാം. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഉത്തരം നൽകിയാൽ നിങ്ങൾ മുടക്കിയ പോയിന്റ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ആദ്യത്തെ അവസരം ടീം കത്തീഡ്രലിൻ്റെതാണ്. പതിവ് പോലെ 1ാം സ്ഥാനം കത്തീഡ്രലിന് കൊടുക്കുകയാണ്. ടീം കത്തീഡ്രൽ, ആദ്യത്തെ ചോദ്യത്തിൻ്റെ വില 30 പോയിന്റാണ്. കിട്ടിയ പോയിന്റിൽ നിന്ന് 30 കളയണം. കളയാനാണോ പോകുന്നത്? അതോ നേടാനാണോ? നേടാൻ പോവുകയാണ്. തരൂ. $60 പോയിന്റിന്റെ ചോദ്യം. കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനെ എത്യോപ്യക്കാരൻ്റെ അടുത്തേക്ക് നയിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് എവിടെ നിന്ന് എവിടേക്കുള്ള പാതയിലെത്തുക എന്നാണ് ദൂതൻ ഫിലിപ്പോസിനോട് ആവശ്യപ്പെട്ടത്. ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ. എന്താണ് ഒരു ആശങ്ക? എന്താണ് ഉത്തരം പറയാൻ പോകുന്നയാളെ തട്ടിപ്പേടിപ്പിക്കുന്നത്? എങ്ങനെയായാലും നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കത്തീഡ്രൽ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് തന്നതിൻ്റെ ഇരട്ടി പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിന് 80 പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ 40 പോയിന്റ് കൊടുക്കണം. തരൂ. ഇത്രയും ലാഭകരമായ ഒരു ബിസിനസ് ആരാണ് വേണ്ടെന്ന് നോക്കിയ? തരൂ. ചോദ്യം ഇതാണ്. മാൻബേഡ എന്നർത്ഥമുള്ള തബീസ എന്നു പേരുള്ള ഒരു ശിഷ്യ യോപ്പായിലുണ്ടായിരുന്നു. അവൾ സമ്പന്നയായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. എന്ത് കാര്യത്തിൽ അവൾ സമ്പന്നയായിരുന്നു? എന്ത് കാര്യങ്ങളിൽ അവൾ സമ്പന്നയായിരുന്നു? സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും. ഉത്തരം ശരിയാണ്. സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ടീം കത്തീഡ്രൽ, അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. ആദ്യം ഒന്നൊരൽപ്പം മെല്ലെ പുറകോട്ട് നിന്നെങ്കിലും അവസാനത്തെ ലാപ്പിൽ നിങ്ങൾ കുതിച്ചു പായുകയാണ്. 3ാമത്തെ ചോദ്യം 50 പോയിന്റുകൾ നഷ്ടപ്പെടുത്താവുന്ന, 100 പോയിന്റുകൾ ലഭിക്കാവുന്ന ചോദ്യം. എടുക്കണം.
ചോദ്യം ഇതാ. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കട്ടെ. യോപ്പായിൽ വെച്ച് തബീത്തായെ സുഖപ്പെടുത്തിയ ശേഷം വിശുദ്ധ പത്രോസ് ആരുടെ കൂടെയാണ് യോപ്പായിൽ തുടർന്ന് കുറെ നാൾ താമസിച്ചത്? തുകൽ പണിക്കാരനായ ശിമയോന്റെ കൂടെ. ഉത്തരം ശരിയാണ്. തുകൽ പണിക്കാരനായ ശിമയോന്റെ കൂടെയാണ് തുടർന്ന് താമസിച്ചത്. ടീം കത്തീഡ്രൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒരു വലിയ ആശ്വാസമൊക്കെ ആയല്ലേ? തുടക്കത്തിൽ കണ്ട ടെൻഷനോ വിഷമോ ഒന്നും ഇപ്പോൾ ഇല്ല. വളരെ സന്തോഷമായിരിക്കുന്നു. വെരി ഗുഡ്. ടീം കുളക്കാട്ടുകുറിശി, അടുത്തത് നിങ്ങളുടെ അവസരമാണ്. റെഡിയാണോ? ആദ്യത്തെ ചോദ്യത്തിന് 30 പോയിന്റ് വിലയുണ്ട്. നിങ്ങൾ രണ്ടും കൂടെ തരുമോ? തരാം. തരും. 30 പോയിന്റുകൾ കൊടുത്ത് 60 പോയിന്റുകളാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നത്. ചോദ്യം ഇതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പ്രധാനമായും 2 ഭാഗങ്ങളായി വേർതിരിക്കാറുണ്ട്. ഒന്ന് അടയാളങ്ങളുടെ പുസ്തകമാണ്. രണ്ടാമത്തേത് ഏതാണ്? മഹത്വത്തിന്റെ പുസ്തകം. മഹത്വത്തിന്റെ പുസ്തകം. ഉത്തരം ശരിയാണ്. ടീം കുളക്കാട്ടുകുറിശി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ടല്ലേ? അടുത്ത ചോദ്യത്തിന് 40 പോയിന്റിന്റെ വിലയുണ്ട്. കിട്ടാൻ പോകുന്നത് 80 പോയിന്റാണ്. തരാൻ പോവാണ്. ഈ ടെൻഷനൊന്നും ഈ റിസ്ക് എടുക്കുന്നതിൽ കാണുന്നില്ലല്ലോ. പിതാവായ ദൈവം എന്തുവഴിയാണ് സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്? ആവർത്തിക്കണം. പിതാവായ ദൈവം എന്തുവഴിയാണ് സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്? ഹെൽപ്പ് വേണം. ഉത്തരം പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഹെൽപ്പ് അനുവദിക്കാനാവില്ല, കാരണം നിങ്ങൾ ഉത്തരം പറഞ്ഞു തുടങ്ങിയിരുന്നു. പൂർത്തിയാക്കാം. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നുള്ള യേശുവിന്റെ ഉത്ഥാനം വഴി. ഉത്തരം ശരിയാണ്. യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ടീം കുളക്കാട്ടുകുറിശി, ഉത്തരം അറിയാമായിരുന്നിട്ട് എന്തിനാണ് ആശങ്കപ്പെട്ടത്? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഹെൽപ്പ് ഡെസ്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോന്നാണോ നോക്കിയത്? അവരൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. ചുമ്മാ വെറുതെ കഥയെ കണ്ട് കാഴ്ചയെ കണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ? അടുത്ത ചോദ്യത്തിന്റെ വില 50 പോയിന്റാണ്. ലഭിക്കാൻ പോകുന്നത് 100 പോയിന്റുകളാണ്. എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനോട് എടുക്കണമെന്ന് ചോദിക്കാം, പക്ഷേ ഉത്തരത്തിന്റെ സഹായം ലഭിക്കില്ല. എന്തായാലും എടുക്കുക. തരൂ. തരണമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് തരുന്നത്. ഇങ്ങനെ ബിസിനസ് നടത്തിയില്ല, പക്ഷെ ഇത്രയും ലാഭകരമായ ബിസിനസ് അല്ലേ? നിങ്ങളുടെ 100 പോയിന്റ് ലഭിക്കാവുന്ന ചോദ്യം ഇതാണ്. സൗൾ ജെറൂസലേമിലെത്തി ശിഷ്യന്മാരുടെ സംഘത്തിൽ ചേരാൻ പരിശ്രമിച്ചു. പക്ഷേ അവർക്കെല്ലാം അവനെ വലിയ ഭയമായിരുന്നു. ആരാണ് സൗളിനെ അപ്പസ്തോലന്മാരുടെ അടുത്ത് കൂട്ടിക്കൊണ്ടു ചെന്ന് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചത്? ബർണബാസ്. ഉത്തരം ശരിയാണത്. ബർണബാസ് ആണ്. ടീം കുളക്കാട്ടുകുറിശി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യം എങ്ങാനും എടുക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ? അതെ. നഷ്ടമായി പോയല്ലേ? അതെ. ശരി, നമുക്ക് പോകാം. ടീം ഞാറക്കോട് ചോദിക്കുന്നതിന് മുൻപ് തരാനായിട്ട് തയ്യാറായി എടുത്തു പിടിച്ച് നിൽക്കുകയാണല്ലേ? തന്നോളൂ. 30 പോയിന്റുകൾ തരുന്നു. 60 പോയിന്റിനായി കാത്തിരിക്കുന്നു. ചോദ്യം ഇതാണ്. സൗൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു. കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി. എങ്ങനെ? എന്തായിരുന്നു മറുപടി? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഉത്തരം ശരിയാണ്. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ടീം ഞാറക്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കൂട്ടത്തിലൊന്ന് ചോദിക്കട്ടെ, ഈശോ എന്താ പറഞ്ഞത്? നീ പീഡിപ്പിക്കുന്ന
യേശുവാണ് ഞാൻ. സത്യത്തിൽ സാവൂൾ ഈശോയെ പീഡിപ്പിക്കാനാണോ പോയത്? ജനങ്ങളെ പീഡിപ്പിക്കുന്നത് വഴി യേശുവിനെ പീഡിപ്പിക്കും. ഡമാസ്കസിലെ സഭയെ പീഡിപ്പിക്കാനാണ് പോയത്. പക്ഷെ ഈശോ അവനോട് പറയുകയാണ്, നീ പീഡിപ്പിക്കുന്നത് എന്നെയാണ്, ക്രിസ്ത്യാനികളെയല്ല. അർത്ഥം എന്താണ്? തിരുസഭയെ പീഡിപ്പിക്കുന്നത് ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നതാണ്. തിരുസഭയെക്കുറിച്ച് മോശമായി പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള മോശമായി പറച്ചിലാണ്. തിരുസഭയെ സ്നേഹിക്കാതിരിക്കുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കാതിരിക്കലാണ്. തിരുസഭയെ സ്നേഹിക്കുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതാണ്. കാരണം എന്താണ്? തിരുസഭ അവിടുത്തെ ശരീരമാണ്, അവിടുത്തെ ശരീരമാണ്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ അത് ഈശോയെക്കുറിച്ചുള്ള മോശമായി പറച്ചിലാണ്. അതുകൊണ്ട് എപ്പോഴും തിരുസഭയെക്കുറിച്ച് നല്ലത് പറയണം, അഭിമാനിക്കണം, തിരുസഭയെ ഹൃദയം ചേർത്ത് വെച്ച് സ്നേഹിക്കണം. അത് ഈശോയോടുള്ള സ്നേഹമാണ്. ടീം ഞാറക്കോട്, അടുത്ത ചോദ്യം 80 പോയിന്റ് ലഭിക്കാവുന്ന ചോദ്യമാണ്. എടുക്കണം? എടുക്കാം. എടുക്ക. തരുമ്പോൾ ഒരു സന്തോഷമൊന്നും ഇല്ലാത്ത എന്താ? ചോദ്യം ഇതാണ്: ഈശോ സുഖപ്പെടുത്തിയ അന്ധന്റെ മാതാപിതാക്കൾ അവൻ്റെ കണ്ണുകൾ തുറന്നത് ആരാണ് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അത് അവനോട് തന്നെ ചോദിക്കുമെന്നാണ് അവർ പറയുന്നത്. അവന് പ്രായമായല്ലോ എന്നൊക്കെ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. കാരണം അവർ ഭയപ്പെട്ടിരുന്നു. യേശുവിനെ ക്രിസ്തുവായി പരസ്യമായി ഏറ്റുപറഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരുന്നു? എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്? സിനഗോഗിൽ നിന്ന് അവരെ പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചു. ഉത്തരം ശരിയാണ്. ഈശോയുടെ കൂടെ നടക്കുന്നവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദ സംഘം തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് പുറത്താക്കപ്പെടുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, അവന് പ്രായപൂർത്തിയായാലോ, അവനോട് തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞ് അവർ മെല്ലെ കൈയൊഴിഞ്ഞത്. ടീം ഞാറക്കോട്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 100 പോയിന്റുകൾ ലഭിക്കാവുന്ന, അല്ലെങ്കിൽ 50 പോയിന്റുകൾ നഷ്ടപ്പെട്ടേക്കാവുന്ന ചോദ്യമാണ്. 50 പോയിന്റ് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലാണോ നിങ്ങൾ? കൊടുക്കാൻ പറ്റും. സേഫ് സോണിലാണ്. വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ലാത്ത ഒരു ജോലി ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ലാത്ത ഒരു ജോലി ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റേതായ ഒരു ദൗത്യമുണ്ട്. എനിക്ക് എൻ്റേതായ ഒരു ദൗത്യമുണ്ട്. ഏത് വിശുദ്ധൻ്റെ വാക്കുകളാണിത്? ശാലോം പത്രത്തിൽ ഈ വിശുദ്ധനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. 10 സെക്കൻഡുകൾ. രണ്ട് സെക്കൻഡുകൾ. സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരം വാഴ്ത്തപ്പെട്ട ജോൺ ഹെൻറി ന്യൂമാൻ ആണ്. ടീം ഞാറക്കോട്, 50 പോയിന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. ഉണ്ട്. പോയിന്റുകൾ കൂട്ടി നോക്കുമ്പോൾ നമുക്കറിയാം അത് വിഷമിക്കേണ്ട കാര്യമാണോ അല്ലയോ എന്ന്. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ഈ മത്സരത്തിൻ്റെ വിജയികൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ മുൻപിലെത്തുന്ന 2 ടീമുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. 3-ാം സ്ഥാനത്ത് 200 പോയിന്റുമായി ടീം ഞാറക്കോട്. 2-ാം സ്ഥാനത്ത് 225 പോയിന്റുമായി ടീം കത്തീഡ്രൽ. 1-ാം സ്ഥാനത്ത് 295 പോയിന്റുമായി ടീം കുളക്കാട്ടുകുറിശി. ഈ മത്സരത്തിന്റെ സമാപനത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ടീം കുളക്കാട്ടുകുറിശി, ടീം കത്തീഡ്രൽ. ടീം ഞാറക്കോട്, അവസാനം വരെ നിങ്ങൾ പൊരുതി നിന്നു. ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ? അത് ആ പത്രം പഠിക്കേണ്ട സമയത്ത് കൃത്യതയോടുകൂടെ വായിച്ചിരുന്നെങ്കിൽ. വളരെ പരിചിതനായ ഒരു വിശുദ്ധനാണ് ന്യൂമാൻ അല്ലേ? നിങ്ങൾക്ക് പരിചിതനാണ് അല്ലേ? ആ പത്രം കണ്ടില്ല. കാർഡിനൽ ന്യൂമാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ? വളരെ പ്രസിദ്ധമായ ഒരു വാചകവുമായിരുന്നു അത്. ചെറിയൊരു മിസ്റ്റേക്കിലാണ് അത് കൈവിട്ട് കണ്ടില്ല. പക്ഷെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമുണ്ടോ ശരിക്കും? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? സന്തോഷിക്കാം. ധാരാളം കാര്യങ്ങളുണ്ട്. കാരണം നല്ലൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു,
വചനം ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞു. അതൊന്നും നമ്മളെ ഒരിക്കലും വിട്ടുപോവുകയില്ല. മത്സരത്തിൻ്റെ വിജയവും പരാജയവും ഒക്കെ ദിവസങ്ങൾ കൊണ്ട് ആളുകൾ മറക്കും. പക്ഷേ വചനത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം തന്നെയാണ്. നിങ്ങൾക്ക് നേട്ടമെന്ന് മാത്രമല്ല, ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഏതൊരു ടീമിനേക്കാൾ നന്നായി നിങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവസാനം വരെ മുന്നിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കുക തന്നെ ചെയ്യാം. ടീം ഞാറക്കോട്, ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ യാത്രയാക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനോഹരമായ പെർഫോമൻസിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായി. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയ ടീമുകളും പുതിയ ചോദ്യങ്ങളുമായി നമ്മുടെ ശാലം ടിവിയിൽ. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, പരിശുദ്ധ സഭയുടെ സംരക്ഷണത്തിലായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.